വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. ആശുപത്രിയിൽ കഴിയുന്ന അമൃത സുരേഷിന്റെ ആരോഗ്യ വിവരങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പാപ്പുവിന് ഈ വേദന താങ്ങാനുള്ള മനക്കരുത്ത് നൽകണേ ദൈവമേ എന്നൊക്കെ കമന്റുകൾ പറയുന്നുണ്ട്. അമ്മയെന്ന് പറഞ്ഞാൽ പാപ്പുവിന് പ്രാണനാണ്. അതൊരിക്കലും മാറാനും പോകുന്നില്ല. അങ്ങനെയുള്ള പെൺകുട്ടിയാണ് പാപ്പു. ആ പാപ്പു ഇതെങ്ങനെ താങ്ങും എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. അതിനിടയിൽ അമൃതയെ കാണാൻ എലിസബത്ത് വന്നോ എന്ന ചോദ്യവും കമന്റുകളിൽ നിറയുന്നുണ്ട്. എലിസബത്തും അമൃതയും തമ്മിൽ സൗഹൃദം സൂക്ഷിച്ചിരുന്നതായും ഇരുവരും ഫോൺ കോൾ ചെയ്യുമായിരുന്നു എന്നുമൊക്കെ അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇവരുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അമൃതയുടെ PA കുക്കു തന്നെയാണ് പുറത്തുവിട്ടത്. ഈ സാഹചര്യത്തിൽ അമൃതയെ കാണാൻ എലിസബത്ത് എത്തുമോ എന്നൊരു കൂട്ടർ ചോദിക്കുമ്പോൾ തീർച്ചയായും എത്തുമെന്നും എലിസബത്ത് ഒരു നല്ല മനസ്സിനുടമയായ സ്ത്രീയാണെന്നും ബാലയെ ഭയന്ന് ഗുജറാത്തിലേക്ക് രക്ഷപ്പെട്ടതാണെന്നും മറ്റൊരു കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നു. അമൃത ആശുപത്രിയിലാണെന്ന് സഹോദരി അഭിരാമി സുരേഷ് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രവും അഭിരാമി പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അഭിരാമി ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആരാധകർക്കിടയിൽ ആശങ്ക ഉടലെടുത്തിരിക്കുകയാണ്. മതിയായി, എന്റെ ചേച്ചിയെ ഇനിയെങ്കിലും ഉപദ്രവിക്കുന്നത് നിർത്തൂ, അവസാനിപ്പിക്കൂ. ഞങ്ങൾ നിങ്ങളെ വെറുക്കുന്നു, ഞാൻ നിങ്ങളെ വെറുക്കുന്നു, അവരെ ജീവിക്കാൻ അനുവദിക്കൂ, നിങ്ങൾക്കിപ്പോൾ സന്തോഷമായില്ലേ എന്നൊക്കെയായിരുന്നു കുറിപ്പ്. ഇതോടൊപ്പം കാർഡിയാക് ICUവിന് മുന്നിൽ നിന്നുള്ള ചിത്രം അഭിരാമി പങ്കുവച്ചു. എന്നാൽ എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. പോസ്റ്റും ചിത്രവും അഭിരാമി പിൻവലിച്ചതോടെ ആരാധകരാകെ ആശങ്കയിലാണ്. അധികം വൈകാതെ തന്നെ താരവും കുടുംബം വ്യക്തത വരുത്തുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയ നടക്കുന്ന പ്രശ്നങ്ങളുടെ അനന്തരഫലമാണ് സംഭവമെന്നാണ് കരുതപ്പെടുന്നത്. ബാലയിൽ നിന്നും അതിക്രൂരമായ പീഡനങ്ങൾ നേരിട്ടിരുന്നതായും ഇതേ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നും അമൃത അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് താരം ആശുപത്രിയിലായതെന്നും സംശയമേറുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ രൂക്ഷമായ സൈബർ അറ്റാക്കിന് താരം വിധേയായിരുന്നു. ഇതേ തുടർന്നുള്ള സമ്മർദ്ദം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി എന്നും സൂചനയുണ്ട്. അഭിരാമിയുടെ വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട സൂചനയാണ് നൽകുന്നത്. കാർഡിയാക് ICUവിന് മുന്നിൽ നിന്നുള്ള പോസ്റ്റും ചിത്രവും അഭിരാമി പിൻവലിച്ചതോടെ ആരാധകരാകെ ആശങ്കയിലാണ്. അധികം വൈകാതെ തന്നെ താരോ കുടുംബം വ്യക്തത വരുത്തുമെന്നാണ് സോഷ്യൽ മീഡിയ കരുതുന്നത്. അതിനിടെ അമൃത സുരേഷിന് പിന്തുണയുമായി മുൻ പങ്കാളിയും സംഗീത സംവിധായകനുമായ ഗോപി സുന്ദറും രംഗത്ത് വന്നു. മുൻ ഭർത്താവ് ബാലയിൽ നിന്നും താൻ അനുഭവിച്ച പീഡനങ്ങൾ വിവരിച്ചും ഇപ്പോഴും തുടർന്ന സമൂഹ മാധ്യമ അധിക്ഷേപങ്ങളോട് പ്രതികരിച്ചും അമൃത പങ്കുവച്ച കുറിപ്പിന് താഴെയാണ് കമന്റിലൂടെ ഗോപി സുന്ദർ പിന്തുണ പ്രഖ്യാപിച്ചത്. നീ ശക്തിയായ ഒരു സ്ത്രീയാണ്, ഏറ്റവും മികച്ചവൾ, കരുത്തുറ്റ അമ്മയെ നിലകൊള്ളൂ എന്നാണ് ഗോപി സുന്ദറിന്റെ കമന്റ്. ഈ പ്രതികരണം ചർച്ചയായതോടെ നിരവധി പേർ അഭിപ്രായ പ്രകടനങ്ങളുമായി രംഗത്തെത്തി. വേർപിരിഞ്ഞുവെങ്കിലും അമൃതയും ഗോപി സുന്ദറും തമ്മിൽ ഇപ്പോഴും സൗഹൃദ ബന്ധമുണ്ടെന്നതിൽ സന്തോഷിക്കുന്നുവെന്നും പരസ്പര ബഹുമാനത്തോടെ പിന്തുണ ഇരുവരും മുന്നോട്ട് പോകട്ടെ എന്ന് ആരാധകർ കുറിക്കുന്നുണ്ട്. അമൃതയുടെ മകൾ പാപ്പു എന്ന അവന്തിക അച്ഛൻ ബാലയ്ക്കെതിരെ നടത്തിയ ഗുരുതര ആരോപണങ്ങൾ വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരുന്നത്. പിന്നാലെ അമൃതയും കുടുംബത്തെയും വിമർശിച്ചും പിന്തുണച്ചും നിരവധി ആളുകൾ രംഗത്തെത്തി. ബാലയ്ക്കെതിരെ മുൻ ഡ്രൈവറും അമൃതയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് തുടങ്ങി പലരും വെളിപ്പെടുത്തലുകൾ നടത്തിയതോടെ ചർച്ച മറ്റു തലങ്ങളിലേക്ക് നീങ്ങി. പിന്നാലെയാണ് പ്രതികരണവുമായി അമൃത എത്തിയത്. വിമർശകരോട് ശക്തമായ ഭാഷയിൽ അമൃതയുടെ സഹോദരിയും ഗായികയുമായ അഭിരാമിയും പ്രതികരിക്കുകയായിരുന്നു.